الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافل الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും സദാ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹജ്ജ് കാലത്താണ് നമ്മളുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ഒരു ഖുതുബയിൽ
നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് എന്ന പേരിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിനകത്ത് ഹജ്ജ് നിർബന്ധമാക്കപ്പെടുന്ന സാഹചര്യത്തെ അല്ലെങ്കിൽ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വിളംബരം നടത്തിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും കുടുംബവും കടന്നു പോന്നിട്ടുള്ള ജീവിത വഴികളെ ഓർമ്മപ്പെടുത്തുന്ന ധാരാളം കർമ്മങ്ങളാണ് ഹജ്ജിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടുന്ന ആൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെയാണ്. സൂറത്തുൽ ഹജ്ജിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കഅബ നിർമ്മാണം, കഅബ തീർത്ഥാടനത്തിന് വേണ്ടി ഒരുക്കി വെക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുടെ പൂർത്തീകരണം, ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ ബലികർമ്മത്തെക്കുറിച്ചും ആ ബലികർമ്മത്തിന്റെ ആത്മാവിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ നിങ്ങൾ നടത്തുന്ന ബലികളിൽ നിന്ന് ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്, മറിച്ച് നിങ്ങളിലുള്ള തഖ്വയാണ് എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം. അതിനെ മുൻനിർത്തിയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മുസ്ഹഫ് എടുത്ത് മറിച്ചു തുടങ്ങിയാൽ ഏറ്റവും ആദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശം നടത്തുന്നത് ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ തന്നെയാണ്. ഒരാൾ ഖുർആൻ ഓതുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് ഏറ്റവും ആദ്യം അല്ലാഹു പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്ന വചനം വഇദിബ്തല ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ എന്ന പ്രഖ്യാപനമാണ്. സംഭവബഹുലമായ മാതൃകായോഗ്യമായ ഒരു ജീവിതമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയിട്ടുള്ളത്. ആ ജീവിതത്തിലൂടെ ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ ആത്മമിത്രം, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അല്ലാഹു ഇബ്രാഹീമിനെ ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുമാറ് ഉന്നത പദവികളിലേക്ക് എത്തിച്ചേർന്ന മഹാനുഭാവനാണ്, മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ ആ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വചനങ്ങളിലൂടെ, ധാരാളം കൽപ്പനകളിലൂടെ തന്റെ ഇഷ്ടക്കാരനായ ആ പ്രവാചകനെ പരീക്ഷിച്ചതിനെ കുറിച്ചും ആ പരീക്ഷണങ്ങളെ വളരെ വിജയകരമായി ആ പ്രവാചകൻ മറികടന്ന് മുന്നോട്ടു പോയതിനെ കുറിച്ചും പരാമർശിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതിന്റെ തലക്കെട്ട് തന്നെ അതാണ്. ഇബ്രാഹിമിനെ നാം, അല്ലെങ്കിൽ ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ റബ്ബ് ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. പക്ഷേ ആ പരീക്ഷണങ്ങളിലൊക്കെയും അദ്ദേഹം വിജയിച്ചു മുന്നോട്ട് വന്നു. അങ്ങനെ ആ വിജയം ജീവിതം കൊണ്ട് തെളിയിച്ചതിന് ശേഷം
ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനെ തുടർന്ന് അല്ലാഹു ഇബ്രാഹിമിനോട് ഇന്നി ജാഇലുൻ ലിന്നാസി ഇമാമ, ഇബ്രാഹിമെ പരീക്ഷണങ്ങളിൽ യോഗ്യത തെളിയിച്ച തന്നെ ഞാൻ ജനങ്ങളുടെ നേതാവായി നിശ്ചയിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്തിന്റെ തന്നെ, ലോകത്തിലെ സകല ജനങ്ങളുടെയും നായകനായി അള്ളാഹുവിനാൽ അവരോധിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മില്ലത്ത് അദ്ദേഹത്തിന് ശേഷമുള്ള എല്ലാ പ്രവാചകന്മാരും പിൻപറ്റേണ്ടുന്ന മില്ലത്തായി മാറിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സവിശേഷമായി ഉപദേശിക്കുന്ന കാര്യവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമ്മളെ സവിശേഷമായി ഉപദേശിക്കുന്ന കാര്യവും ഒരേ കാര്യമാണ്. ഏകവചന രൂപത്തിൽ നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വത്തബിഅ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ അഭിവന്യ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ താങ്കൾ പിൻപറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് വഹയി കിട്ടുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ, അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ശാശ്വതവും അനശ്വരവുമായ വേദഗ്രന്ഥം അല്ലാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനാണ്. അങ്ങനെയുള്ള പ്രവാചകനായിട്ട് കൂടിയും താങ്കൾക്ക് വഹി ഇറങ്ങുന്നുണ്ട് എന്നത് ശരിയാണ്. താങ്കൾക്ക് എന്റെ ഭാഗത്തു നിന്ന് വിശുദ്ധ ഖുർആൻ അവതരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു പുതിയ മതധാരയെ, ഒരു പുതിയ വിശ്വാസധാരയെ താങ്കൾക്കായി ഞാൻ പുതുതായി അവതരിപ്പിച്ചു തരുന്നതല്ല. ഇത് ഏറ്റുവാങ്ങുമ്പോഴും താങ്കൾ പിൻപറ്റേണ്ടുന്ന മില്ലത്ത്, താങ്കൾ പിൻപറ്റേണ്ടുന്ന മാർഗം അത് ഇബ്രാഹിമിന്റെ മാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നു. അതേ വാചകങ്ങൾ ബഹുവചന രൂപത്തിലാക്കിയിട്ട് മൊത്തം വിശ്വാസികളോട് അല്ലാഹു വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ നിങ്ങളുടെ അഭിവന്യ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തെ ഋജുമാനസനായി, വക്രതയില്ലാതെ, വ്യതിചലനങ്ങളും വ്യതിയാനങ്ങളുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഒരു നിലക്കും വ്യതിചലിക്കാൻ സന്നദ്ധത കാണിക്കാതെ സമ്പൂർണ്ണ സമർപ്പണത്തോടെ മുസ്ലിമായി ജീവിക്കാൻ സന്നദ്ധനായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത്. സൂറത്ത് ഹജ്ജ് നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്താൽ അതിന്റെ അവസാന ഭാഗത്തെ പ്രഭാഷണം വളരെ ശ്രദ്ധേയമാണ്. ആ അവസാന ഭാഗത്തെ പ്രഭാഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തൗഹീദിനെ ഒരു കൃത്യമായ ഉദാഹരണത്തിലൂടെ അല്ലാഹു ആരാണ്, അല്ലാഹുവിന്റെ ഖുവ്വത്തും അല്ലാഹുവിന്റെ ഇസ്സത്തും എത്ര വലുതാണ് എന്നുയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സംസാരമാണ് നടത്തിയിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ ഭാഗത്തേക്ക്, അതിന്റെ അവസാന പേജിലേക്ക് നമ്മൾ വന്നാൽ അതിന്റെ തുടക്കത്തിൽ മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം പറയുകയാണ് ചെയ്യുന്നത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം പറയപ്പെടുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു ഉദാഹരണം, ഒരു ഉപമ പറയപ്പെടുകയാണ്. ആ ഉപമയെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹു ആ ഉദാഹരണം പറയുന്നത് ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ, തീർച്ചയായും അല്ലാഹുവല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവല്ലാതെ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ സഹായികളും നിങ്ങളുടെ സംരക്ഷകരുമായിരിക്കുമെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളവർ, അതുവരൊക്കെയും ഒരു ഈച്ചയെ പോലും പടക്കാൻ അവരെ കൊണ്ട് സാധ്യമാവുകയില്ല. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും
നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വ്യാജമായി അവലംബിച്ചുകൊണ്ടിരിക്കുന്ന, ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സകല അധികാരികളും സകല ഭരണക്കാരും സകല ദൈവങ്ങളും ഒന്നിച്ചു ചേർന്നാൽ പോലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അള്ളാഹു പടച്ച ഒരു ഈച്ചയെങ്ങാനും അവരിൽ നിന്ന് വല്ലതും കവർന്നെടുത്താൽ അവർക്ക് നിങ്ങളെല്ലാവരും ഒത്തുചേർന്നാൽ നിങ്ങൾക്കൊരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അള്ള പടച്ച സൃഷ്ടികളിൽ വളരെ നിസ്സാരമായ ഒരു ഈച്ച വന്ന് നിങ്ങളിൽ നിന്ന് വല്ലതും കവർന്നെടുത്താൽ നിങ്ങൾ ദൈവങ്ങളായി കാണുന്ന മഹാന്മാരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തരായവരിൽ നിന്ന് പോലും ഈച്ച വന്ന് എന്തെങ്കിലും ഒന്ന് കവർന്നെടുത്താൽ ലാ യസ്തൻഖിദൂഹു മിൻഹു, ഒരിക്കലും അതിനെ തിരിച്ചു പിടിക്കാൻ, ആ ഈച്ചയിൽ നിന്ന് കവർന്നെടുത്തത് തിരിച്ചു പിടിക്കാൻ, തിരിച്ചു വാങ്ങിക്കാൻ പോലും ശേഷിയില്ലാത്തവരാണ്. നിങ്ങൾ അധികാരമുണ്ടെന്ന് കരുതുന്ന, ശക്തിയുണ്ടെന്ന് കരുതുന്ന, നിങ്ങളുടെ സംരക്ഷകരാകും എല്ലാ കാലവും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന, നിങ്ങൾ വ്യാജ ദൈവങ്ങളായി കൊണ്ടു നടക്കുന്ന സകലതും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ആ ഈച്ചയിൽ നിന്ന് അത് കവർന്നെടുത്തത് തിരിച്ചു മേടിക്കാൻ അതിന്റെ പിന്നാലെ നടന്നവൻ തോറ്റുപോകും, അവൻ ദുർബലനായി തീരും. അവൻ എത്ര ദുർബലനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവല്ലാത്ത സകല അധികാരികളെയും സകല ഭരണക്കാരെയും സകല ദൈവങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നത് ഒരു ഈച്ചയോട് പോലും മത്സരിക്കാൻ കഴിയാത്ത, അതിന് മാത്രം ദുർബലരായവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു വിശേഷിപ്പിക്കുന്നത്. അതേ സമയത്ത് മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, മറുഭാഗത്ത് ഈ ഈച്ചയെയും സകലതിനെയും പടച്ചിട്ടുള്ള അള്ളാഹുവിനെ യഥാവിധമൊന്ന് പരിഗണിക്കുവാൻ, അള്ളാഹുവിന്റെ ഖദറിനെ, അള്ളാഹുവിന്റെ സ്ഥാനത്തെ, അള്ളാഹുവിന്റെ മഹത്വത്തെ യഥാവിധി കണക്കുകൂട്ടാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ല. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തനും ഏറ്റവും ഇസ്സത്തുള്ളവനും അല്ലാഹു ആകുന്നു. അല്ലാഹു യസ്തഫീ മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, എന്നിട്ട് അല്ലാഹു പറയുന്നത് അല്ലാഹു മലക്കുകളിൽ നിന്ന് അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും അവൻ ആവശ്യമുള്ളവരെ അവൻ ദൂതന്മാരായി തെരഞ്ഞെടുക്കും. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവർക്ക് മുമ്പിലുള്ളതും പിറകിലുള്ളതുമൊക്കെ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, ഏറ്റവും ഒടുവിൽ എല്ലാ കാര്യങ്ങളുടെയും മടക്കം ആ അല്ലാഹുവിലേക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് അല്ലാഹു ഉപദേശിക്കുന്ന കാര്യം ഇതൊക്കെ പറഞ്ഞ് അല്ലാഹുവിന്റെ ശക്തിയും അല്ലാഹുവിന്റെ ഖദറും അല്ലാഹുവിന്റെ ഖുവ്വത്തും അല്ലാഹുവിന്റെ ഇസ്സത്തും ഒക്കെ സ്ഥാപിച്ച് അല്ലാഹുവല്ലാത്ത ബാക്കി സകലതിന്റെയും ദൗർബല്യവും ബലഹീനതയും നിസ്സഹായതയും ഈച്ചയെ മുന്നിൽ നിർത്തി ഉദാഹരിച്ച് പറഞ്ഞു തന്നതിന് ശേഷം അല്ലാഹു വിശ്വാസികളെ ഉപദേശിക്കുന്ന കാര്യം, അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇർകഉ, നിങ്ങൾ അല്ലാഹുവിന് റുകൂഉ ചെയ്യുക, വസ്ജുദു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സുജൂദുകളിൽ വീഴുക, വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, വഫഅലുൽ ഖൈറ, കലവറയില്ലാതെ പിശുക്കില്ലാതെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചാൽ നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് അല്ലാഹു ഉപദേശിക്കുന്നു. അതിനോട് ചേർത്ത് സൂറത്തുൽ ഹജ്ജിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് അത് അല്ലാഹു ഇങ്ങനെയാണ് പറയുന്നത്, വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹുവിന് വേണ്ടിയുള്ള റുകൂഉകൾ, അല്ലാഹുവിന് വേണ്ടിയുള്ള സുജൂദുകൾ, അല്ലാഹുവിന് മാത്രമുള്ള ആരാധനകൾ, വഴിപ്പെടലുകൾ, അനുസരണങ്ങൾ, അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ള നന്മ പ്രവർത്തനങ്ങൾ, സഹായ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, അതിലൂടെയൊക്കെ വിജയം തേടുന്നവർ, മൊത്തത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ടത് പ്രകാരം ജിഹാദ് ചെയ്യണം. വിശ്വാസി സമൂഹമേ, നിങ്ങളെ ആ ജിഹാദിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അത്യധ്വാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്തത് അള്ളാഹു ആകുന്നു. പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തതുപോലെ, മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തതുപോലെ നിങ്ങളെ സവിശേഷമായി
പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലയുറപ്പിച്ച് ജിഹാദ് നയിക്കാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അള്ളാഹു ആകുന്നു. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ദീനിൽ നിങ്ങൾക്ക് അള്ളാഹു ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. ആ ദീൻ നിങ്ങളുടെ അഭിമന്യ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്താണ്. ഇബ്രാഹിമിന്റെ മില്ലത്തായ ആ ദീനിൽ നിങ്ങൾക്ക് അള്ളാഹു ഒരിടങ്ങേറും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബൽ, മുമ്പും നിങ്ങളെ മുസ്ലിങ്ങളെന്ന് പേര് വിളിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. ഇക്കാലത്തും നിങ്ങളെ മുസ്ലിങ്ങളെന്ന് നാമധേയം ചെയ്തിട്ടുള്ളത് അല്ലാഹുവാണ്. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, റസൂൽ നിങ്ങൾക്ക് സാക്ഷികളായതുപോലെ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് ഈമാൻ പകർന്നു തന്ന് നിങ്ങളെ സൽക്കർമ്മങ്ങൾ പഠിപ്പിച്ച് നിങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ ആത്മാവ് നിങ്ങൾക്ക് പകർന്നു തന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അത്യധ്വാനം ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് പകർന്നു തന്ന ആ പ്രവാചകന്റെ മാർഗത്തിൽ ആ പ്രവാചകനെ പോലെ ലോകത്ത് കടന്നു വരാനിരിക്കുന്ന സകല മനുഷ്യരുടെയും മേൽ അള്ളാഹുവിന് സാക്ഷികളെ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ ഹിദായത്ത് കൈവന്നിട്ടുണ്ട്, തങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതിന് അള്ളാഹുവിന് സാക്ഷികളെ ആവശ്യമുണ്ട്. ആ സാക്ഷികളായി പ്രവാചകൻ നിങ്ങൾക്ക് മേൽ സാക്ഷിയായതുപോലെ ജനങ്ങൾക്ക് മേൽ നിങ്ങൾ സാക്ഷിയാകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം അതുകൊണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, എന്തൊക്കെ പ്രലോഭനങ്ങളും ഉണ്ടായാലും അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷകൻ. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, അവനോളം സംരക്ഷിക്കാൻ അവലംബിക്കാൻ പറ്റുന്ന അവനോളം സഹായത്തിന് അവലംബിക്കാൻ പറ്റുന്ന മറ്റൊരു ശക്തിയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ കടന്നു വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന അല്ലാഹു മുസ്ലിം എന്ന് പേര് വിളിച്ച നമ്മുടെ അഭിമന്യ പിതാവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ അഭിമന്യ പിതാവിന്റെ മില്ലത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അതുകൊണ്ട് നിങ്ങൾ ഈമാനോടെ നമസ്കാരത്തോടെ സക്കാത്തോടെ അല്ലാഹുവിനെ മുറുകെ പിടിച്ച് നിലകൊള്ളുക. ഒരു ഘട്ടത്തിൽ പോലും പരീക്ഷണങ്ങൾ കുമിഞ്ഞുകൂടി വരുമ്പോൾ അതിന്റെ മുമ്പിൽ അന്താളിച്ച് അതിന്റെ മുമ്പിൽ ധൈര്യം ചോർന്ന് അള്ളാഹുവിനെ അല്ലാത്തവരെ അവലംബിക്കുന്ന അള്ളാഹുവിൽ നിരാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ ഉളുഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ആ ആയത്തിന് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും. പക്ഷേ നമുക്കൊരൽപ്പം ധൃതിയുണ്ട്. എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ സംരക്ഷണം എന്ന കാര്യത്തിൽ നമുക്ക് ധൃതിയുണ്ട്. കൺമുമ്പിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങളൊന്നും കണ്ട് അല്ലാഹു കൈവിട്ടിരിക്കുന്നു എന്ന നിരാശ ബാധിക്കേണ്ടുന്ന സ്വഭാവത്തിലുള്ള ഒരു വിശ്വാസവും ഒരു ജിഹാദി സ്പിരിറ്റുമല്ല വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു തരുന്നത് എന്ന പാഠം ഈ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, അതുകൂടാതെ നമുക്ക് കണ്ടു നിൽക്കാൻ ത്രാണിയില്ലാത്ത നമുക്ക് വിശ്വാസികൾ എന്നുള്ള നിലക്കും നമ്മുടെ ഉമ്മത്തിന്റെ ഒരു ഭാഗമായവർ പരീക്ഷിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ലോകത്തിന് തന്നെയും കണ്ടു നിൽക്കാൻ കഴിയാത്ത സഹിച്ചു നിൽക്കാൻ കഴിയാത്ത കൊടിയ പരീക്ഷണങ്ങൾക്ക്, കൊടിയ അക്രമങ്ങൾക്ക്, അനീതികൾക്ക് നമ്മുടെ സഹോദരന്മാർ വിധേയരായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ആ തലത്തിൽ അത് വളരെ സങ്കടകരമാണ്, നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അവരോട് നമുക്ക് ഫലസ്തീനിലെ ജനതയോട് ഓരോ ദിവസവും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബോംബാക്രമണങ്ങളിലൂടെ ഷഹീദുകളാകുന്നവരുടെ കണക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിനപ്പുറത്ത് പട്ടിണി കിടന്നിട്ട് വിശന്നിട്ട് പട്ടിണി മരങ്ങൾക്ക് എത്രയാണ് എന്ന് ഇനിയും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.
ലോകം മുഴുവൻ, ലോകത്തുള്ള 900 കോടി മനുഷ്യർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് കേവലം 22 ലക്ഷം വരുന്ന സാധുക്കളായ ഈമാനുള്ള മനുഷ്യർ, ഈമാനിന്റെ അവിശ്വസുള്ള മനുഷ്യർ കഷ്ടപ്പാടുകൾ, ജീവിക്കാൻ ഗതിയില്ലാതെ നെട്ടോട്ടമോടുകയാണ്. 82% ഗസയുടെ ഭൂമിയും ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം കൊടുത്ത് ഇസ്രായേൽ സൈനികരാൽ വലയം ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം 1,60,000 ഫലസ്തീനികൾക്ക്, ഗസക്കാർക്ക് അവരുടെ ഉണ്ടായിരുന്നു. വീടുകളിൽ നിന്നൊന്നുമല്ല, വീടുകളിൽ നിന്ന് അഭയാർത്ഥികളായി പോവുക എന്നതിന്റെ കാലമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിട്ടുണ്ട്. വീടവർക്ക് നേരത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടിന് ആകാശത്തിന് കീഴെ തുറസായ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവർ പോലും അവിടെ നിന്നും സ്ഥലം വിടേണ്ടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആ ജനത തോറ്റുപോവുകയല്ല ചെയ്യുന്നത്. തോറ്റുപോകുന്നത് ഒന്നും ചെയ്യാൻ കഴിയാതെ ലോകത്ത് ആ അക്രമത്തിനും അധിനിവേശത്തിനും മോശാന പാടുകയും അതിന്റെ കൂടെ നിൽക്കുകയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കാൻ കഴിയാതിരിക്കുകയും അവരോട് ഐക്യദാർഢ്യപ്പെടാൻ കഴിയാതിരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ പോലും നടത്താൻ കഴിയാതിരിക്കുന്ന ജനങ്ങളാണ് തോറ്റുപോവുക എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോഴും അവിടെ നിന്ന് ഉയർന്നു വരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളൊന്നും ലംഘിക്കുകയില്ല എന്നത് തീർച്ചയുള്ള കാര്യമാണ്. നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. അള്ളാഹു ഒരിക്കലും അവന്റെ വാഗ്ദാനം പാലിക്കാതിരിക്കുകയില്ല എന്നതാണ് അള്ളാഹുവിന്റെ ആ കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ പ്രസ്താവന എന്ന് പറയുന്നത്. പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഉദ്ദേശങ്ങൾ, വിശ്വാസികൾ ഫിത്നകളിൽ, ഇങ്ങനെയുള്ള ഫസാദുകളിൽ അതിന്റെ ഇരയായി പോകുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ അള്ളാഹ് തന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹ്ക്ക് അവന്റെ സവിശേഷരായ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന് ചിലരെ ധീര രക്തസാക്ഷികളായി സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹ് കണ്ട ഒരു കാലം വരെയും പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും. പക്ഷേ അവസാനം കാര്യങ്ങൾ കറങ്ങിത്തെളിയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരീക്ഷണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഗസയിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി പോലുമല്ല, ഇസ്രായേലി ഭരണകൂടത്തിന് വേണ്ടി പോലുമല്ല, ഇസ്രായേലി സൈന്യത്തിന് വേണ്ടി പോലുമല്ല. അത് ആ രാജ്യത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ മാത്രം യുദ്ധമായി പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന നിരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ, ഏറ്റവും പ്രമുഖമായ രാജ്യങ്ങൾ എല്ലാ നിലക്കുമുള്ള ബഹിഷ്കരണത്തിന് ആഹ്വാനമായി കേൾക്കുന്നു. സ്പെയിനിന്റെ പ്രധാനമന്ത്രി മുമ്പെങ്ങുമില്ലാത്ത വിധം മുന്നോട്ട് വന്ന് സമ്പൂർണമായ ഡിപ്ലോമാറ്റിക് ബഹിഷ്കരണം, ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു സ്പെയിനിന്റെ ഭാഗത്താണ് ഇസ്രായേലിന് നേരെ. സാക്ഷാൽ ബ്രിട്ടൻ, ഈ ഫിത്നകളുടെയൊക്കെ തുടക്കക്കാർ സാക്ഷാൽ ബ്രിട്ടൻ തന്നെയും ഇനി ഈ കാര്യങ്ങൾക്കൊരറുതിയില്ലാതെ, ഈ വംശഹത്യക്കൊരറുതിയില്ലാതെ, ഈ കൊലപാതകങ്ങൾക്ക്, ഈ ആക്രമണങ്ങൾക്കൊരറുതിയില്ലാതെ ഇസ്രയേലുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫ്രാൻസ് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കാനഡ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. താരതമ്യേന ദുർബലമായ നിലപാടുകൾ ഇപ്പോഴും ദൗർഭാഗ്യവശാൽ ഉള്ളത് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുമാണ് എന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അറുതിയുണ്ടാകും ഇക്കാര്യങ്ങൾക്ക്. ഇസ്രയേലും ഇസ്രയേലിനെ സഹായിക്കുന്നവരും ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടാകും. സംഗതി ഇങ്ങനെ ഇത് എത്ര കാലം നീണ്ടുപോയാലും ആ ജനസമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ പ്രശ്നത്തെ മറവിക്ക് വിട്ടുകൊടുക്കാനുള്ള ബാധ്യതയാണ് നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തെ നമ്മുടെ ബാധ്യത ഇസ്രയേലിനെയും ഇസ്രയേലിനെ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ സമൂഹങ്ങളെയും എല്ലാ രാഷ്ട്രങ്ങളെയും സാമ്പത്തികമായി ദുർബലപ്പെടുത്താൻ കഴിയുന്ന സകല മാർഗങ്ങളും സ്വീകരിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് ബഹിഷ്കരണത്തിൻ്റെതാണ്. ബഹിഷ്കരണത്തിന്റെ വലിയ സമരമുറകളെ കുറിച്ചുള്ള സംസാരങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ സാധുത്തരം നമ്മൾ വെളിപ്പെടുത്തരുത്. അതില്ലാതെ എങ്ങനെ, ഇതില്ലാതെ എങ്ങനെ, അത് ബഹിഷ്കരിക്കാൻ പറയുമ്പോ അതില്ലാതെ എങ്ങനെ, അതിന് ബദലൊന്നുമില്ലല്ലോ എന്നുള്ള സാധു വർത്തമാനം
നെറികെട്ട വർത്തമാനം പറയാതിരിക്കാനുള്ള ധാർമ്മിക ധൈര്യം നമ്മളിൽ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതാണ്. സാമ്പത്തികമായ ബഹിഷ്കരണം വലിയ ആയുധമാണ്. അതിന് നമുക്ക് ബാധ്യതയുണ്ട്. ആ സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്ന് ആ സമൂഹത്തിന് വേണ്ടി നിതാന്തമായി നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള ബാധ്യതയുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഗതികെട്ടവന്റെ ഏറ്റവും അവസാനത്തെ ആയുധമല്ല. ഏത് ശക്തന്റെയും ഒന്നാമത്തെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മാർഗങ്ങളും തേടി രക്ഷപ്പെടാൻ വഴിയില്ല, രക്ഷയില്ല എന്ന് കരുതുമ്പോ ഗതികെട്ടവൻ അവസാനം ഇനി പടച്ചോൻ കാക്കാണി കാക്കട്ടെ എന്ന് പറയുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഏത് ശക്തനും തനിക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒന്നാമതായി അള്ളാഹുവിനെ അവലംബിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുകയും ചെയ്തുകൊണ്ടാണ് കരുത്തു നേടേണ്ടത് എന്നതാണ് ഇസ്ലാമിക പാഠം. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരമായി നിതാന്തമായി നടത്തുക. പ്രത്യേകമായ അമലുസ്വാലിഹുകൾ, ഗസ്സക്ക് വേണ്ടിയുള്ള, ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ മാത്രം ദുൽഹജ്ജ് 10 സവിശേഷമായ ദിനങ്ങളാണ് കടന്നു വരുന്നത്. അള്ളാഹുവിന് അമലുസ്വാലിഹുകൾ ഇത്രത്തോളം ഇഷ്ടമാകുന്ന പ്രിയങ്കരമാകുന്ന മറ്റു ദിവസങ്ങളില്ല. ആ ദിവസങ്ങളിൽ സവിശേഷമായ ആരാധനകൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി പോരാടുന്നവർ. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ നമുക്കെത്ര പ്രിയപ്പെട്ടതാണ്, നമ്മളെത്ര ആദരിക്കുന്നതാണ്, അതെത്രത്തോളം വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉള്ളതാണ് എന്ന് നമുക്കറിയാം. മദീന എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ജിദുൽ ഹറാം ആക്രമിക്കപ്പെടുന്നുവെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താവണം? മസ്ജിദുൽ നബവി ആക്രമിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താവണം? സമാനമായ പ്രതികരണവും സമാനമായ പ്രതിരോധവും ഉണ്ടാകേണ്ടുന്ന കാര്യമാണ് നമ്മുടെ ഒന്നാമത്തെ കിബിലയായ മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതിനുവേണ്ടിയുള്ള പ്രതിരോധങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് സവിശേഷമായി നിർവഹിക്കേണ്ടുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നതൊക്കെയും. ഏതൊരു കാര്യവും നമുക്ക് നോർമലാകുമ്പോൾ, എല്ലാ ദിവസവും സംഭവിക്കുമ്പോൾ നമുക്കത് സാധാരണമായി പോകുന്നു എന്നതേ ഉള്ളൂ. നമ്മൾ ഗസക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നതിനേക്കാളൊക്കെ അതികഠിനമായ വെല്ലുവിളികളിലേക്കും പരീക്ഷണങ്ങളിലേക്കും ആ സമൂഹം വഴിമാറ്റപ്പെട്ട സാഹചര്യമാണ്. നമുക്ക് വേറെ പലതും, പല വിഷയങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വന്നതുകൊണ്ട്, ഇതിങ്ങനെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയതുകൊണ്ട്, നീണ്ട 2 വർഷക്കാലമായിട്ട് ഇതിങ്ങനെ തുറന്നു പോകുന്നതുകൊണ്ട് നമുക്കിത് നോർമലായി തോന്നുന്നത് മാത്രമാണ്. അവരുടെ ആധികൾ, അവരുടെ പ്രയാസങ്ങൾ ദിനം ദിനേന വർദ്ധിച്ചു വരികയാണ്. നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ ചോരയായവർ, അവരാണ് ഈ രീതിയിൽ ഓരോ ദിവസവും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പട്ടിണിക്കിട്ട് കൊല ചെയ്യപ്പെടുന്നത്. സഹായങ്ങൾ അതിർത്തിയിൽ വന്നു നിന്നിട്ടും അതൊന്ന് ഇപ്പുറം കടന്ന് ആ പാവങ്ങൾക്ക് ഭക്ഷണമായി, വസ്ത്രമായി വിതരണം ചെയ്യപ്പെടാൻ സമ്മതിക്കാതെ ഒരു രാജ്യം ചട്ടം വിത്തരം കാണിക്കുകയും ചുറ്റുഭാഗത്തുള്ളവരൊക്കെയും ഓരോ നടപടിയും സ്വീകരിക്കാതെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുക അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടുന്ന സമയമാണ്. പ്രാർത്ഥനയുടെ ആയുധം ശരിയായി പ്രയോഗിക്കേണ്ടുന്ന സന്ദർഭമാണിത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരെ സവിശേഷമായും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രയാസങ്ങൾ, കഷ്ടതകൾ അനുഭവിക്കുന്ന, അനീതിക്കും അക്രമങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിശ്വാസികളെയും, മുഴുവൻ മുസ്ലിങ്ങളെയും അവന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേകമായ കാവലുകൊണ്ട്, സഹായമുണ്ട് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാനിയായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുള്ള 2 മരണങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
എന്നാൽ ജാമിയയിലെ ദീർഘകാലമായി അൽ ജാമിയയിൽ അധ്യാപകനായ ബഹുമാന്യനായ ഹമ്മാദ് ഉസ്താദിന്റെ ഭാര്യ മാതാവ് കഴിഞ്ഞ ചൊവ്വാഴ്ച മരണപ്പെടുകയുണ്ടായി. അതിനു മുമ്പ് ഈ സ്ഥാപനത്തിന്റെ സന്തതിയും കേരളത്തിലെ വളരെ വിശേഷപ്പെട്ട, വളരെ വ്യതിരിക്തതയുള്ള, കരുത്തുള്ള ഇസ്ലാമിക പണ്ഡിതനും മാധ്യമ പ്രവർത്തകനും ഗ്രന്ഥകാരനുമൊക്കെയായിരുന്ന ബഹുമാന്യനായ പി.കെ. ജമാൽ സാഹിബിന്റെ മരണം കഴിഞ്ഞ ശനിയാഴ്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അദ്ദേഹം മടങ്ങിയത്. വളരെ സജീവമായ ഒരു ജീവിതത്തിനിടയിൽ വിശ്രമമില്ലാത്ത അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പ്രയാണത്തിനിടയിൽ ഒരു മഗ്രിബ് നമസ്കാരത്തിന് ഉച്ചക്കുള്ള ഒരു ഖുത്ബ, നിക്കാഹ് ഖുത്ബ നിർവഹണം, അത് കഴിഞ്ഞ് വീട്ടിൽ സജീവമായി പല പ്രവർത്തനങ്ങളുമുള്ള ഇടപെടലുകൾ, മഗ്രിബ് നമസ്കാരത്തിന് നാട്ടിലെ മഹല്ല് പള്ളിയിലെ സാന്നിധ്യം, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് ക്ഷീണം തോന്നി കുഴഞ്ഞു വീണ് വെള്ളം കുടിച്ചു പെട്ടെന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദീർഘമായ വർഷങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങളൊക്കെയും പരിപൂർണ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങളായി സ്വീകരിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതിന്റെ വിചാരണ നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതെ അദ്ദേഹത്തിന് പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഹമ്മാദ് ഉസ്താദിന്റെ ഭാര്യ മാതാവിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇരുവരുടെയും ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ നാട്ടുകാർ തുടങ്ങി എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതത്തിൽ സന്തോഷവും സൗഖ്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നല്ലെങ്കിൽ നാളെ ഒട്ടും നനച്ചിരിക്കാതെ, പ്രതീക്ഷിക്കാതെ, ആഗ്രഹിക്കാതെ അത്തരമൊരു ജീവിതാവസ്ഥയിലേക്ക് നമ്മളും വഴിമാറ്റപ്പെടും. ആ സന്ദർഭത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മോടും പ്രത്യേകമായി കരുണ കാണിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم اغث المسلمين المستضعفين المظلومين في مشارق الأرض ومغاربها اللهم اغث إخواننا اللهم انصر إخواننا في فلسطين اللهم استر عوراتهم وآمن روعاتهم اللهم احفظهم من بين أيديهم ومن خلفهم ومن عن أيمانهم ومن شمائلهم ومن فوقهم ونعوذ بعظمتك أن يغتالوا من تحتهم يا رب العالمين اللهم إنا نشكو إليك ضعف قوتهم وقلة حيلتهم وهوانهم على الناس اللهم لا تكلهم إلى أنفسهم طرفة عين ولا أقل من ذلك اللهم انصرهم واهزم أعداءهم أجمعين يا رب العالمين اللهم إنا نجعلك في نحور أعدائهم يا ذا الجلال والإكرام اللهم إنهم جائعون فأطعمهم اللهم إنهم عراة فاكسهم اللهم إنهم حفاة فاحملهم اللهم تقبل شهداءهم وداوي جرحاهم واشف مرضاهم يا ذا الجلال والإكرام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. اللهم